2024 യുണൈറ്റഡ് നേഷൻസ് ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ ഇന്ത്യൻ സുപ്രീം കോടതി മുൻ ജഡ്ജി. ഉത്തരം മദൻ ബി ലോക്കൂർ. കുവൈത്തിന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ലഭിച്ചത് ആർക്ക്? ഉത്തരം നരേന്ദ്രമോദി. 2024 അണ്ടർ-19 വിമൻസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആര്? ഉത്തരം ഇന്ത്യ. ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച വാഹനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വാങ്ങി വിൽപ്പന നടത്തുന്ന ഇടപാടുകൾക്കുമേൽ ചുമത്തുന്ന GST 12% നിന്ന് എത്രയായാണ് ഉയർത്തിയത്? ഉത്തരം 18%. നീതി എവിടെ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം A. ഹേമചന്ദ്രൻ IPS. പ്രഥമ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 റാങ്കിംഗ് പ്രകാരം യൂണിവേഴ്സിറ്റികളിൽ 1-ാം റാങ്ക് നേടിയത്? ഉത്തരം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. 2024 കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം M. മുകുന്ദൻ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളി? ഉത്തരം K. ജയകുമാർ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ്? ഉത്തരം IN TRV 01. ഇന്ത്യയുടെയും തിരുവനന്തപുരത്തിന്റെയും ചുരുക്കെഴുത്ത് ചേർന്നതാണ് പുതിയ കോഡ്. ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്കുനീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2024 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം ജൽവാഹക് പദ്ധതി. 2024 ഡിസംബറിൽ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതനായത്? ഉത്തരം മുഹമ്മദ് അൽ ബാഷിർ. സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ സ്മരണാർത്ഥം നവാഗത എഴുത്തുകാർക്കായി കേരള കലാകേന്ദ്രം ഏർപ്പെടുത്തിയ 12ാമത് മാധവിക്കുട്ടി കമലാ സുരയ്യ ചെറുകഥ അവാർഡ് ജേതാവ്? ഉത്തരം വാവ ഭാഗ്യലക്ഷ്മി. കൃതി ഉർവാര. ഒരു കലണ്ടർ വർഷത്തിൽ 4 ഏകദിന സെഞ്ചുറികൾ നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം? ഉത്തരം സ്മൃതി മന്ദാന. 2024 ഡിസംബറിൽ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത പ്രകൃതി സംരക്ഷണ പ്രവർത്തക? ഉത്തരം തുളസി ഗൗഡ. 2024 സെയ്ദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ട്രോഫി ജേതാക്കൾ? ഉത്തരം മുംബൈ. ഫൈനലിൽ മധ്യപ്രദേശിനെ തോൽപ്പിച്ചു. 2024 ഡിസംബർ 15 അന്തരിച്ച സുപ്രസിദ്ധ തബല കലാകാരൻ? ഉത്തരം ഉസ്താദ് സാക്കിർ ഹുസൈൻ. ലോകത്തിലെ ആദ്യ കാർബൺ 14 ഡയമണ്ട് ബാറ്ററി വികസിപ്പിച്ച രാജ്യം? ഉത്തരം UK. വില്ലോ എന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് പുറത്തിറക്കിയ സ്ഥാപനം? ഉത്തരം ഗൂഗിൾ.
RBI പുറത്തുവിട്ട ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 2023-24 ദിവസക്കൂലിയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം? ഉത്തരം കേരളം. ലോക ചെസ് ചാമ്പ്യനായ ഏറ്റവും പ്രായം കുറഞ്ഞ താരം? ഗുകേഷ് ദൊമ്മരാജു. ടൈം മാഗസിൻസ് പേഴ്സൺ ഓഫ് ഇയർ 2024 ആരാണ്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിച്ച രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രി? ഉത്തരം എറണാകുളം ജനറൽ ആശുപത്രി. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3ാം ഘട്ട ക്യാമ്പിന്റെ ഭാഗമായി പുനരുദ്ധീകരിക്കാൻ തീരുമാനിച്ച ജലാശയം? ഉത്തരം വെള്ളായണി കായൽ. IPL ക്രിക്കറ്റ് ലേല ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ താരം? ഉത്തരം ഋഷഭ് പന്ത്. UNEP ചാമ്പ്യൻ ഓഫ് ദ എർത്ത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024 ജേതാവ്? ഉത്തരം മാധവ് ഗാഡ്ഗിൽ. 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ്? ഉത്തരം ഷാജി എൻ കരുൺ. 2022 ജേതാവ് TV ചന്ദ്രൻ. കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ 15ാമത് ഭരതമുനി സമ്മാനം ലഭിച്ചത്? ഉത്തരം സൂര്യകൃഷ്ണമൂർത്തി. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ അണ്ടർ 18 മെൻസ് 110 മീറ്റർ ഹർഡിൽസിൽ റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ കേരള താരം? ഉത്തരം K കിരൺ. ശാസ്ത്ര ഗവേഷണത്തിനുള്ള GD ബിർള പുരസ്കാരത്തിന് അർഹനായ മലയാളി ശാസ്ത്രജ്ഞൻ? ഉത്തരം സുബി ജേക്കബ് ജോർജ്. RBI നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് RBI രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ട സ്ഥാപനം? ഉത്തരം സാവ്രോൺ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടി 2024 ഡിസംബറിൽ ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ദൗത്യം? ഉത്തരം പ്രോബ 3. വിക്ഷേപണ വാഹനം PSLV C-59. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ദൗത്യം? ഉത്തരം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പാഡക്സ്. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത്? പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധി, ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകിയ ലോകത്തെ ആദ്യ രാജ്യം? ഉത്തരം ബെൽജിയം. ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? ഉത്തരം ഏകലവ്യ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച 1-0 ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ഉത്തരം എയ്ഡ്സ്. കേരളത്തിൽ PhD അഡ്മിഷൻ നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി? ഉത്തരം ഋതിഷ. ആഗോളതലത്തിൽ പാൽ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഏതു രാജ്യത്തിനാണ്? ഉത്തരം ഇന്ത്യ. 16 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന നിർണായക ബില്ല് പാസാക്കിയ ആദ്യ രാജ്യം? ഉത്തരം ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? ഉത്തരം ലക്നൗ. ജലദൗർലഭ്യത്തെ തുടർന്ന് 2024 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം? ഉത്തരം ഇക്വഡോർ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമന്റ് ചെയ്യൂ. 2034 നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ വേദി?